പ്രൈസ് ദ ലോർഡ്. ജോഷുവ 24:15 ഇപ്രകാരമാണ് പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും യഹോവനെ സേവിക്കും. ബട്ട് ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സെർവ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു മനോഹരമായ വചനമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം നമുക്കിത് ഈ ഒരു വചനത്തിൽ നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മളെല്ലാവരും സൂപ്പർ ബിസി ആയിപ്പോയി, ശരിയല്ലേ? നമുക്ക് ജോലി തിരക്കായി, പല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിലും ഉപരിയായിട്ട് എന്ത് പറ്റി, നമ്മളെല്ലാവരും ഇന്ന് നമ്മളുടെ ഫോണിലാണ്. നമ്മളുടെ കാര്യം വിട്ടേ നമ്മളുടെ മക്കൾ പോലും ഫുൾ ടൈം ഫോണിലാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് എങ്ങനെയാണ് ഒരു ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, കുട്ടികൾ ഫെയ്ത്ത് ലേൺ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പുസ്തകത്തിലൂടെയോ അല്ലെ ജസ്റ്റ് കാറ്റക്കിസം ലേൺ ചെയ്തിട്ട് മാത്രമല്ല, പക്ഷേ അവർക്ക് ഫെയ്ത്ത് കിട്ടുന്നത് അവരുടെ മക്കളെ വാച്ച് ചെയ്തിട്ടാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ മക്കളോട് പറയുന്നുണ്ട്, പക്ഷേ കുട്ടികൾ പഠിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. അവരെന്തുവാണ് വാച്ച് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? അതായത് അപ്പയും അമ്മ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുവാണോ, ഭയങ്കര ഒച്ചപ്പാട് ബഹളവും വെച്ച് വീട് മൊത്തം തകർക്കുവാണോ, അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അവരുടെ പെർസ്പെക്റ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാണോ? പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, കുട്ടികൾ എപ്പോഴും നോക്കുന്നത് വെദർ പേരൻസ് അവരുടെ ഫെയ്ത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അത് കാരണം ഒരു ഫാമിലി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുടുംബത്തിൽ. അതായത് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം നമ്മളുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബങ്ങൾ കൂടുതൽ ടെക്നോളജിക്കകത്തല്ല വളരേണ്ടത് പ്രിയപ്പെട്ടവരെ, മറിച്ച് ഈശോയിലും, അത് മാത്രമല്ല ഈശോയുടെ സ്നേഹത്തിലും വളരണം. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരമാണ് പറയുന്നത്, അതായത് പേരൻസ് ഹു നിഗ്ലെക്ട് ദ സ്പിരിച്വൽ ഫോർമേഷൻ ഓഫ് ദെയർ ചിൽഡ്രൻ ദേ ആർ കമ്മിറ്റിംഗ് എ ഗ്രേവ് സിൻ. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പേരൻസിനെ അറ്റാക്ക് ചെയ്യുന്നതല്ല, പക്ഷെ അവരെ ഉണർത്തുവാണ്. അതായത് ഒരു ഏർലി ചേർച്ച് ഫാദറാണ് ഈ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കർത്താവ്, അതായത് ദൈവം പേരൻസിന് മക്കളെ കൊടുക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രമല്ല കാണേണ്ടത്, മറിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പേരൻസ് ചെയ്യണം. അത് കാരണം കുഞ്ഞുങ്ങൾ എന്തുവാണ്, ഈശോയിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അടുപ്പിക്കാനായിട്ട് ആത്മാക്കളാണ്. അപ്പോൾ അത് കാരണം നമ്മൾ പേരൻസ് നമ്മളുടെ മക്കൾക്ക് അതിൻ്റെതായ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ ലോകം പഠിപ്പിക്കും, സോഷ്യൽ മീഡിയ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഈ ലോകത്തിൻ്റെ കൾച്ചർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഒരു ചീത്ത കൂട്ടുകെട്ടിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവരെ ഈശോയുടെ കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് അതിലേക്ക് പെട്ടുപോകും, ആ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളുടെ കുടുംബങ്ങളിൽ മാത്രമാണ് നമുക്ക്, അതായത് ഓരോ ഫാമിലി യുണീക്കാണ്. അപ്പം നമ്മളുടെ കുടുംബത്തിന് നമുക്കൊരു സ്പെഷ്യൽ സ്പിരിച്വൽ ഫോർമേഷൻ കൊടുക്കാം, ഒരു സ്പെഷ്യൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ കൊടുക്കാം. ഓരോ ഫാമിലിയും അതിൻ്റെതായ പ്രത്യേകം ഒരു ചിട്ടമുണ്ടായിരിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അത് കാരണം മാതാപിതാക്കൾ രണ്ടും അതിനകത്ത് ഒരുമിച്ച് പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരമാണ് പറയുന്നത്, ടു നിഗ്ലെക്ട് എ ചൈൽഡ്സ് ഫെയ്ത്ത് is to leave them unarmed in a spiritual battle. അതിൻ്റെ അർത്ഥം എന്തുവാണ്? അതായത് ഒരു സ്പിരിച്വൽ ബാറ്റിൽ വന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുന്നതാണ്, ഒരു കുട്ടി നന്നായി പഠിച്ചു, പക്ഷേ എക്സാമിനകത്ത് A+ കിട്ടിയില്ല, C കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ആ കുട്ടി എന്തായി, വീട്ടിൽ വന്നു ഭയങ്കര നിരാശ. പിന്നെ പറയുന്നത് എന്തുവാണ്, പെട്ടെന്ന് കർത്താവ് എന്നെ രക്ഷിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ കർത്താവ് എനിക്ക് A പകരം C തന്നു. അപ്പോൾ അതൊരു സ്പിരിച്വൽ ബാറ്റിലാണ്. അതായത് ആ കുട്ടി കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ പഠിച്ചു പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയില്ല. അതിന് പല റീസണും ഉണ്ടായിരിക്കും, പക്ഷേ കുട്ടികൾ അവരുടെ മനസ്സ് ക്ലേ പോലെയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അത് ദൈവത്തിലേക്കായിരിക്കും അവർ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറുപ്പം മുതലേ ആ ഫെയ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോനെ, ഹാവ് ഹോപ്പ് ഇൻ ജീസസ്, ഈശോ പിന്നെയും ദ ലോർഡ് വിൽ കീപ് യു അറ്റ് ദ ടോപ്പ്, നെവർ അറ്റ് ദ ബോട്ടം. അങ്ങനെ ഓരോ വചനങ്ങൾ പറഞ്ഞു കൊടുക്കണം. വചനത്തിൽ അവരെ നമ്മൾ ശക്തിപ്പെടുത്തുമ്പോൾ ആ എന്ത് സ്പിരിച്വൽ ബാറ്റിൽ വന്നാലും കുട്ടികൾക്ക് വിശ്വാസത്തിൽ മുമ്പിലോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറയാം. കുട്ടികൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, നമ്മൾ അറിയാത്ത രീതിയിൽ അവർക്ക് പല രീതിയിലുള്ള ക്രൈസിസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ബുള്ളിങ് ആയിരിക്കും, സ്കൂളിൽ ബുള്ളിങ് ആയിരിക്കും, ചിലപ്പോൾ കോളേജിൽ ബുള്ളിങ് ആയിരിക്കും. ഇതെല്ലാം വീട്ടിൽ വന്ന് അവർ പറയണമെന്നില്ല, പക്ഷെ അവരുടെ മനസ്സ് അവിടെ ഭയങ്കരമായിട്ടും തളരും.
എനിക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. എത്രയോ കുട്ടികൾ ഇങ്ങനെ ഒരു സൂസൈഡൽ സ്പിരിറ്റ് ഉണ്ട്, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിലെ നമ്മൾ ഈശോയിൽ അവരെ റൂട്ട് ചെയ്ത് ബേസ് ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇങ്ങനത്തെ സ്പിരിച്വൽ ബാറ്റിൽ വരുമ്പോൾ അതിനെങ്ങനെയാണ് മുന്നേറേണ്ടത് അതവർക്ക് മനസ്സിലാകും. അത് കാരണം സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം, ഇന്ന് നമ്മൾ പറയുന്നത് കൂടുതലും ആരുടെ കാര്യമാണ്? ഈ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഏർലി ചേർച്ച് ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ ഹോമിലീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എസ്പെഷ്യലി എഫേസോസിൻ്റെ ലേഖനം, എഫേസോസ് 5 ലേഖനത്തിനകത്തൊക്കെ ഈ കുടുംബത്തെക്കുറിച്ചും ഹസ്ബൻഡ് വൈഫ് റിലേഷനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം വളരെ മനോഹരമായിട്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: റേസിംഗ് ചിൽഡ്രൻ ഈസ് നോട്ട് ജസ്റ്റ് എ റോൾ, ഇറ്റ് ഈസ് എ വൊക്കേഷൻ. ഇറ്റ് ഈസ് എ വൊക്കേഷൻ. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എന്നോടും ഞാനിത് പറയുവാണ്. ബിക്കോസ് എനിക്ക് 3 മക്കളുണ്ട്, എനിക്ക് 3 ബോയ്സ് ഉണ്ട്. അത് കാരണം നമ്മൾ ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ഓക്കെ മക്കളുണ്ടായി എങ്ങനെയെങ്കിലുമൊക്കെ പോകാം അല്ലേ, അവരെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം. ഇനി വെളിനാട്ടിൽ വന്നു, ചിലപ്പോൾ US UK ഓസ്ട്രേലിയയിലായിരിക്കും അല്ലേ, നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മളുടെ മനസ്സിലെല്ലാം ഇരിക്കുന്നത് എന്തുവാണ്? ഏറ്റവും നല്ല അവർക്ക് ഭാവി കൊടുക്കണം, നന്നായി പഠിക്കണം, നല്ല ജോലി, നല്ല ഒരു ഭാവി, അല്ലെങ്കിൽ നല്ലൊരു വിവാഹം അല്ലേ, ഇതൊക്കെ ഉള്ളൂ നമ്മളുടെ മനസ്സിൽ. പക്ഷെ അതിലുപരി എന്തുവാണ് പ്രിയപ്പെട്ടവരെ? ഇതൊരു വൊക്കേഷനാണ്. നമ്മളുടെ കുട്ടികളെ നമ്മൾ ഏത് പ്രായമാട്ടെ, ഈവൻ അവർ കല്യാണം കഴിച്ച് പോയി കാണുമായിരിക്കും, എന്നാൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാണ്? കർത്താവേ, നമ്മളുടെ മക്കൾക്ക് സ്വർഗം ലഭിക്കട്ടെ കർത്താവേ, നമ്മളുടെ മക്കൾ ഇറ്റേണിറ്റിയിലേക്ക് പോകണം കർത്താവേ. അതായിരിക്കണം നമ്മൾക്ക് കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഫോർമേഷനിലേക്ക് നമ്മളുടെ മക്കളെ നമ്മൾ നയിക്കണം. അത് കാരണം നമ്മളുടെ ഈ ദൗത്യം, ഉത്തരവാദിത്വം നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടും അല്ല നോക്കേണ്ടത്, പക്ഷെ മറിച്ച് ഒരു വൊക്കേഷനായിട്ട് ഇത് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോവുക. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞാനും എൻ്റെ കുടുംബവും യഹോവനെ സേവിക്കും. ഈ വചനത്തിൽ നിലനിൽക്കാൻ ശക്തി, കൃപ, അഭിഷേകം എല്ലാം കുടുംബങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമമുള്ള കുടുംബങ്ങൾ കർത്താവെ, മക്കള് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അല്ലെ പേരൻസിനെ വിട്ടുപോയ മക്കൾ ഒക്കെ കർത്താവെ, അവരെ എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവെ. അവരുടെ വിഷമങ്ങളിലേക്ക് എല്ലാം കർത്താവെ, ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവെ നീ നാഥനായി എൻ്റെ പൊന്നീശോയെ കടന്നു വരണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം വരട്ടെ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. ആമേൻ.